ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം അതിതീവ്രമായ സൗഹൃദം എന്ന നിലയിൽ നിന്ന് അതിശക്തമായ ഈ സെഞ്ചുറിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൗഹൃദങ്ങളിൽ ഒന്നായിട്ട് മാറുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ വ്യോമയാന മേഖലയിൽ ചരിത്രപരമായ നേട്ടം കുറിച്ചുകൊണ്ട് ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള എയർബസും ഇന്ത്യയുടെ ടാറ്റ ഗ്രൂപ്പും ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ പ്രസിദ്ധമായ H125 ഹെലികോപ്റ്റർ നിർമ്മിക്കാൻ പോവാണ്. ഇത് നിർമ്മിക്കുന്ന പ്ലാന്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചേർന്ന് നിർവഹിക്കുകയുണ്ടായി. ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, എവറസ്റ്റിന്റെ ഉയരം വരെ പറന്ന ലോകത്തിലെ ഏക ഹെലികോപ്റ്റർ, അതായത് എവറസ്റ്റിന് മുകളിൽ പറന്ന ഏക ഹെലികോപ്റ്ററാണ് H125 എന്ന് പറയുന്നത്. ആ ഹെലികോപ്റ്ററാണ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നത് എന്നാണ്. അതായത് ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ രാജ്യം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതുപോലെ ഒരു വലിയ ആയുധം അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പോകുന്നത്. 2026 ഫെബ്രുവരി 17. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിനമായിട്ട് ഭാവിയിൽ ഓർമ്മിക്കപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാക്രോണും ചേർന്നുകൊണ്ട് തുടക്കം കുറിച്ച ഈ പദ്ധതി ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നതിൽ ഒരു തർക്കവുമില്ല. കർണാടകയിലെ വേമഗലിൽ ആണ് ഈ ഒരു ഹെലികോപ്റ്റർ അസംബ്ലി യൂണിറ്റ് സ്ഥാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പൂർണ്ണമായ അസംബ്ലി യൂണിറ്റ് ആണ് ഇവിടെ ഉണ്ടാവുക. വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യ എക്സ്ചേഞ്ച് ആവശ്യമായ കാര്യമാണ് ഒരു ഹെലികോപ്റ്ററിന്റെ പൂർണ്ണമായ അസംബ്ലി യൂണിറ്റ് നിർമ്മിക്കുന്നതിന്. സോ ഇതിനുശേഷം ഭാവിയിൽ ഈ ഹെലികോപ്റ്ററിന്റെ കൂടുതൽ ഭാഗങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള വലിയ സാധ്യത കൂടി ഇത് തുറന്നിടുകയാണ്. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിൽ സ്ഥാപിക്കപ്പെടുന്ന ആദ്യത്തെ ഹെലികോപ്റ്റർ നിർമ്മാണശാല എന്ന ഒരു പ്രത്യേകത കൂടി ഈ ഒരു സംരംഭത്തിനുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ H125 ഹെലികോപ്റ്റർ 2027 തുടക്കത്തിൽ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിവർഷം 10 ഹെലികോപ്റ്ററുകൾ എന്ന നിലയിൽ ആരംഭിച്ച് പിന്നീട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്ത്യയിലെ ആവശ്യങ്ങൾക്കുള്ള ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ പുറം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ആവശ്യമായ ഹെലികോപ്റ്ററുകളും നിർമ്മിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ലോകത്തിലെ ഏറ്റവും മികച്ച സിംഗിൾ എഞ്ചിൻ ഹെലികോപ്റ്റർ ആണിത്. എവറസ്റ്റ് റെക്കോർഡ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ ലാൻഡ് ചെയ്ത ലോകത്തിലെ ഏക ഹെലികോപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഹിമാലയൻ പോലെയുള്ള ഉയരമുള്ള പ്രദേശങ്ങളിൽ ഇതിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. രക്ഷാപ്രവർത്തനം നടത്തുക, ടൂറിസം, എയർ ആംബുലൻസ് സർവീസ്, നിയമപാലനം തുടങ്ങിയവയ്ക്കെല്ലാം ഉപയോഗിക്കപ്പെടുന്ന ഒരു ഹെലികോപ്റ്ററാണ്. ഇതിന്റെ സൈനിക പതിപ്പായിട്ടുള്ള H25M എന്ന് പറയുന്ന വേരിയന്റ് നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. ഇത് ഇന്ത്യൻ സേനയുടെ നിരീക്ഷണ ലോജിസ്റ്റിക് ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും ഉപയോഗപ്പെടുത്തുക. ഇതുവരെ നമ്മുടെ ഇന്ത്യയിൽ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള HAL മാത്രമാണ് ഹെലികോപ്റ്റർ നിർമ്മാണത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഒരു സ്വകാര്യ കമ്പനി പൂർണ്ണമായ ഒരു ഹെലികോപ്റ്റർ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. ഈ കാര്യത്തിൽ ടാറ്റ ഇന്ത്യയുടെ അഭിമാനമായിട്ട് മാറുകയാണ്. ഇന്ത്യയെ ഒരു ആഗോള വ്യോമയാന നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുവാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ മേക്കിംഗ് ഇന്ത്യ പദ്ധതിക്ക് ഇത് വലിയ കരുത്ത് പകരുന്നുണ്ട്. 1000 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും നിരവധി തൊഴിലവസരങ്ങളുമാണ് ഈ പദ്ധതിയിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ഫ്രാൻസ് സൗഹൃദത്തിലെ ഒരു പുതിയ അധ്യായമായിട്ടാണ് ഈ പദ്ധതിയെ ഇരു രാജ്യങ്ങളും കാണുന്നത്. ഇത്തരമൊരു തീരുമാനം എയർബസ് എന്ന് പറയുന്ന ലോകത്തെ മുൻനിര കമ്പനി എടുക്കുമ്പോൾ, അതായത് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാം എന്ന് പറയുന്ന ഒരു തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് നൽകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എയർബസ് എന്ന് പറയുന്നത് ലോകത്തിലെ 2 പ്രധാനപ്പെട്ട വിമാന നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ്. ഒന്നാമത്തേത് ബോയിങ് ആണ്, രണ്ടാമത്തേത് എയർബസ് ആണ്. ആ എയർബസിന്റെ ഹെലികോപ്റ്ററാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. മാത്രമല്ല ഭാവിയിൽ ഇന്ത്യയിൽ എയർബസ് അവരുടെ വിമാനങ്ങളും നിർമ്മിക്കാൻ ആവശ്യമായ ഫെസിലിറ്റീസ് ഒരുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് യൂറോപ്യൻ കമ്പനികൾ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ പതിയെ പതിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്നതിൻ്റെ ഒരു കൃത്യമായ സൂചനയാണ്. യൂറോപ്പിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസ് ആദ്യമായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ പതിയെ പതിയെ ജർമ്മനി, ഇറ്റലി, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കും. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് താരതമ്യേന യൂറോപ്പിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ ചിലവ് കുറച്ച് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നതാണ്. ലേബർ താരതമ്യേന വളരെ കുറവാണ്.
പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം തൊഴിലാളികളെ കിട്ടും, യുവാക്കളെ കിട്ടും. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് വളരെ സ്ട്രോങ് ആണ്. ജിയോ പൊളിറ്റിക്കലി നോക്കിയാൽ ഇന്ത്യയുടെ ഒരു പൊസിഷൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ഒരു ജനാധിപത്യ രാജ്യമായിട്ട് തന്നെ ഇന്ത്യ തുടരുകയാണ്. അതോടൊപ്പം തന്നെ മോദി ഗവൺമെന്റ് നൽകുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന ഭീഷണികളെ മറികടക്കാൻ ഇന്ത്യയെ പോലെ ഒരു പങ്കാളി ആവശ്യമാണ് എന്ന് യൂറോപ്പ് കരുതുന്നുണ്ട്. അമേരിക്കയും പല ഘട്ടങ്ങളിൽ ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ എടുത്ത തീരുമാനങ്ങൾ യൂറോപ്പിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. സോ എല്ലാ അർത്ഥത്തിലും യൂറോപ്പ് വലിയ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ നല്ലൊരു പങ്കാളിയെ കാണുന്നുണ്ട്. ഒരേ സമയം ഇന്ത്യ ഒരു വലിയ വിപണിയുമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മാൻ പവർ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂറോപ്യൻ കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ്. ഇപ്പോൾ എയർബസ് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ തൊഴിൽ കിട്ടുന്ന ചെറുപ്പക്കാർക്ക് നല്ല വരുമാനം കിട്ടുമ്പോൾ അവരുടെ കുടുംബത്തിന് അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു കുടുംബം രക്ഷപ്പെടും. ഒരുപാട് പേർക്ക് ജോലി കിട്ടുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും. ഒരുപാട് കുടുംബങ്ങൾക്ക് പുതിയ വരുമാനമാകും. അത് നമ്മുടെ രാജ്യത്ത് തന്നെ അവർ വിനിയോഗിക്കുമ്പോൾ അത് ഇന്ത്യയുടെ എക്കണോമിക്ക് ഗുണം ചെയ്യും. നമ്മുടെ GDP ഗ്രോത്ത് വർദ്ധിക്കും. ആളുകളുടെ ജീവിത നിലവാരം ഉയരും. അതോടൊപ്പം തന്നെ ഇന്ത്യക്കും കോസ്റ്റ് കുറച്ച് ഇത്തരം ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ ഏതുതരം ആയുധങ്ങളാണെങ്കിലും ഇന്ത്യക്കും ലഭ്യമാകുമെന്നൊരു പ്രത്യേകതയുണ്ട്. മറ്റൊന്ന്, എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇന്ത്യക്ക് വരും. അതോടൊപ്പം തന്നെ ടെക്നോളജി ട്രാൻസ്ഫറിലൂടെ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള സാങ്കേതിക പരിജ്ഞാനം കൈവരിക്കാൻ കഴിയും. മാത്രമല്ല, ഇങ്ങനെ ഒരു അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആഭ്യന്തരമായിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുവാനും സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ തെളിയും. ഇപ്പോൾ ഇത്തരം പ്ലാന്റുകളിൽ ജോലി ചെയ്യുന്ന യുവാക്കൾ തന്നെ ഭാവിയിൽ പുതിയ സംരംഭങ്ങളിലേക്ക് തിരിയാം. ഇപ്പൊ ചൈനയിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. ചൈനയിലെ ആപ്പിൾ കമ്പനിയിലും അല്ലെങ്കിൽ അമേരിക്കൻ വാഹന നിർമ്മാണ കമ്പനികളിലും ഒക്കെ ജോലി ചെയ്തിരുന്ന ചൈനക്കാർ തന്നെയാണ് പിന്നീട് ഇന്നത്തെ പ്രധാനപ്പെട്ട പല ബ്രാൻഡുകളും തുടങ്ങിയത് എന്നത് ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അറിയാം. അപ്പൊ ഇന്ത്യ ഒരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് മാറുമ്പോൾ അതിനോടനുബന്ധമായിട്ട് ആഭ്യന്തരമായിട്ടും അതിന്റെ ഒരു പുരോഗതി നമുക്ക് എല്ലാ മേഖലയിലും കാണാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു തുടക്കമാണ്. കൂടുതൽ കമ്പനികൾ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നതിലേക്ക് ഇത് തീർച്ചയായിട്ടും കാരണമാകും. മാത്രമല്ല, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററുകൾ നേപ്പാള്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ കയറ്റുമതി ചെയ്യും. ഇന്ത്യയിൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ 500ഓളം ഹെലികോപ്റ്ററുകൾക്ക് ആവശ്യക്കാരുണ്ടാകുമെന്നാണ് എയർബസ് കണക്കാക്കുന്നത്. ഹെലികോപ്റ്ററിന്റെ പ്രധാന ഭാഗമായിട്ടുള്ള ഫ്യൂസ്ലേജ് നിർമ്മിക്കാനുള്ള കരാറ് മഹീന്ദ്ര എയറോസ്പേസിന് നൽകിയിട്ടുണ്ട്. സോ മഹീന്ദ്രയും ഒരു പ്രധാന റോള് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിർമ്മാണത്തിന് പുറമെ ഹെലികോപ്റ്ററുകളുടെ അറ്റകുറ്റപ്പണികൾക്കും സർവീസിങ്ങിനുമുള്ള സൗകര്യവും ഇവിടെ ഉണ്ടാവും. അതായത് ഇത് വലിയ രീതിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് യൂറോപ്പിന് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ വൻതോതിൽ ഇന്ത്യയിൽ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഇപ്പോൾ മുൻകൈ എടുക്കുന്നത്. ഈ ഒരു ഹെലികോപ്റ്റർ നിർമ്മാണം ഇന്ത്യയിൽ തുടങ്ങുന്നതിലൂടെ ഇതൊരു വലിയ ചുവടുവയ്പ്പാണ്. വൈകാതെ തന്നെ കൂടുതൽ കമ്പനികൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുക എന്നൊരു ട്രെൻഡിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.